കേസുകളുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം കേസിന്റെ നൂലാമാലകളും അതിന്റെ പിന്നാലെ കയറിയിറങ്ങേണ്ടി വരുന്ന കാലവും ഓർത്തിട്ടാണ്. ഓരോ കോടതികളിലായി കെട്ടിക്കിടക്കുന്ന കേസുകൾ ചില്ലറയൊന്നുമല്ല. എന്തിന്റെയെങ്കിലും പേരിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ അതൊന്ന് തീർപ്പായി കിട്ടണമെങ്കിൽ കാലം കഴിയണം. ഇതിനിടയിൽ ഒരു പക്ഷേ പ്രതിയോ പരാതിക്കാരനോ ജീവനോടെ ഉണ്ടായില്ല എന്നും വരാം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കേസുകൾ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒത്തുതീർപ്പാക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാന പ്രശ്നം അത് നീതിപരമായിരിക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും കയ്യൂക്കുള്ളവൻ കാര്യം നേടും. എന്നാൽ പിണറായി സർക്കാർ കേസിന്റെ നൂലാമാലകൾക്കും പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. കോടതികളിലെ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഹൊസ്ദുർഗ് കോടതി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ശരാശരി 5 ലക്ഷം കേസ് കെട്ടിക്കിടക്കുന്നു. ഇങ്ങനെയാണ് കണക്ക്. ഇത് സാധാരണക്കാർക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. കേസുകൾ തീർന്നു കിട്ടാനുള്ള കാലതാമസവും കുറഞ്ഞ ശിക്ഷകളും ശിക്ഷ ഇളവും ഒക്കെ കൂടിയാകുമ്പോൾ പൊതുജനം തന്നെ നിയമമാകുന്ന കാലമുണ്ടാകും. അതിനെ തടയാൻ ചിലപ്പോൾ നീതിപീഠത്തിന് പോലും കഴിയാതെയും വരും. കാലാനുസൃതമായി കേസുകൾ തീർപ്പാക്കേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ അനിവാര്യമാണ്. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും മതനിരപേക്ഷതയിലൂന്നിയുള്ള നീതി നിർവഹണത്തിനും ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതവുമാണ്. ഇത് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ പുതുതായി 105 കോടതി സ്ഥാപിച്ചു. കൂടാതെ സുപ്രീം കോടതിയുടെ ഈ കോർട്ട് നയത്തിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കൊല്ലത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പേപ്പർലെസ് ഡിജിറ്റൽ കോടതി സ്ഥാപിച്ചു. പുതിയ കോടതികൾ മാത്രമല്ല, അതിനനുസൃതമായി തസ്തികകളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ 577 തസ്തികകളും സബോർഡിനേറ്റ് കോടതികളിൽ 2334 തസ്തികകളും അനുവദിച്ചു. അഭിഭാഷകരുടെ ക്ഷേമത്തിനും സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കെട്ടിക്കിടക്കുന്ന കേസുകൾ നിരപരാധികളായ പ്രതി ചേർക്കപ്പെടുന്ന ആൾക്കാരെയും ഒരുപാട് വലച്ചിട്ടുണ്ട്. അവർക്ക് പലപ്പോഴും ഇത്തരം കേസുകളിൽ നിന്ന് നീതി ലഭിക്കാതെ വരികയും അതിന്റെ ഫലമായി അർഹിച്ച ജോലിയോ കുടുംബമോ ജീവിതമോ പോലും വഴിമുട്ടി പോകുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള നിയമശൃംഖലയിലാണ് ഇത് കാലതാമസം കൊണ്ട് വന്നുപെടുന്നത്. നിയമപരമായി ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഇതും ഒരു തരം ക്രൂരമായ ശിക്ഷ തന്നെയാണ് പലപ്പോഴും. ഇതിനൊക്കെ പിണറായി വിജയന്റെ പുതിയ ഭരണപരിഷ്കാരം കൊണ്ട് പരിഹാരം ഉണ്ടാവുകയാണ്. രാജ്യത്തിന്റെ പുരോഗതിക്ക് കെട്ടിക്കിടക്കുന്ന കേസുകളുടെ തീർപ്പ് എത്രയും വേഗം ഉണ്ടാകേണ്ടത് ഒരു മുതൽക്കൂട്ടുമാണ്. കെട്ടിക്കിടക്കുന്നത് സാധാരണക്കാരന്റെ മാത്രം കേസുകളല്ല, അതിൽ പല രാഷ്ട്രീയക്കാരുടെയും സർക്കാർ ഉൾപ്പെട്ട കേസുകൾ പോലുമുണ്ട്. കാലതാമസം പലപ്പോഴും തെളിവുകൾ നശിപ്പിക്കുന്നതിലേക്കും കേസുകൾ ഇല്ലാതായി പോകുന്നതിലേക്കും വഴിതെളിക്കും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അതിന് എത്ര വലിയ കൊമ്പനായാലും. പിണറായിയുടെ ഈ തീരുമാനത്തോടുകൂടി അതിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം.